Hello friends and my dear students, welcome to my channel Study Mechanical with Passion. In this lecture we are going to discuss about a topic in second module of KTU Dynamics of Machinery DOM. That is, രണ്ടാമത്തെ മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു വീഡിയോ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൈനാമിക് അനാലിസിസ് ഓഫ് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൻ്റെ ഡൈനാമിക് അനാലിസിസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പിസ്റ്റണിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, സിമിലർലി കണക്റ്റിംഗ് റോഡിൻ്റെ ആംഗുലാർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ ആക്സിലറേഷൻ, ഇതിനുള്ള എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ദാറ്റ് മീൻസ് നമ്മൾ ഇതിൻ്റെ ഡെറിവേഷനാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ലെക്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഡെറിവേഷൻസ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെറുതെ ഒരു വീഡിയോ കണ്ടിരുന്നിട്ട് മാത്രം കാര്യം ഉണ്ടാവില്ല, അത് നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ. പക്ഷേ ഡെറിവേഷൻ ആകുമ്പോൾ എന്തായാലും എഴുതിയിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, ഫസ്റ്റ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് പിസ്റ്റണിൻ്റെ വെലോസിറ്റി ആക്സിലറേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ സാധാരണ വെലോസിറ്റി ആക്സിലറേഷനൊക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കും. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ടൈം ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ വെലോസിറ്റി കിട്ടും, വെലോസിറ്റിയുടെ ടൈം ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷൻ കൊടുക്കും. അതാണ് ബേസിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനൊരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം നമ്മൾ കൺസിഡർ ചെയ്യാൻ. ഈ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൽ പിസ്റ്റണിന് രണ്ട് പൊസിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബി എന്ന് പറയുന്ന പൊസിഷൻ കൊടുത്തിട്ടുണ്ട്, B1 എന്ന് പറയുന്ന പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ ഈ ഒരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൻ്റെ ഡയമെൻഷൻസ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് R എന്ന് പറയുന്നത്, R ഈസ് ദി ലെങ്ത് ഓഫ് ദി ക്രാങ്ക്, ഓക്കെ, ആൻഡ് L ഈസ് ദി ലെങ്ത് ഓഫ് ദി കണക്റ്റിംഗ് റോഡ്. Then this is outer dead center and this is inner dead center. Then we can say that ഇനി ഈ ബിയും B1 രണ്ട് പൊസിഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബി എന്ന് പറയുന്നത് എക്സ്ട്രീം പൊസിഷനാണ്. അതായത് ഈ ക്രാങ്ക് ഇന്നർ ഡെഡ് സെൻറ്ററിലായിരിക്കുന്ന സമയത്ത്, ഈ ഒരു പോയിന്റിൽ ക്രാങ്ക് വരുന്ന സമയത്ത്, ക്രാങ്കിൻ്റെ എൻഡ് പോയിന്റ് എ ഈ ഒരു പോയിന്റിൽ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന പിസ്റ്റണിൻ്റെ എക്സ്ട്രീം പൊസിഷനാണ് ബി എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നിന്നാണ് നമ്മൾ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബി എന്ന് പറയുന്ന പൊസിഷനിൽ പിസ്റ്റൺ ഉണ്ടാവുന്ന സമയത്ത് ഈ ക്രാങ്ക് OA എന്ന് പറയുന്ന ക്രാങ്കും AB എന്ന് പറയുന്ന കണക്റ്റിംഗ് റോഡും ഈ ഒരു ലൈനിൽ, അതായത് ഈ ഒരു ആക്സിസിലായിരിക്കും ഉണ്ടാവുക. അതായത് ഒരു കൊളിനിയർ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഇനി ആ ഒരു പൊസിഷനിൽ നിന്ന് ഈ ക്രാങ്ക് ഈ ഒരു ഡയറക്ഷനിൽ, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു അറ്റ് എൻ ആംഗിൾ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുന്നു. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കണക്റ്റിംഗ് റോഡിന് ഉണ്ടാവുന്ന ആംഗിളാണ് ഇവിടെ ബീറ്റ എന്ന് പറയുന്നത്. പിസ്റ്റൺ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് B1 എന്ന് പറയുന്ന പോയിന്റിലോട്ട് പിസ്റ്റൺ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ Y എന്ന് പറയുന്നത് ഈ വെർട്ടിക്കലായിട്ടുണ്ടാവുന്ന ഡിസ്റ്റൻസ് ആണ് Y എന്ന് പറയുന്നത്. അപ്പോൾ Y ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നേരെ പെർപെൻഡിക്കുലർ ഐഡിയയിൽ നിന്ന് ആക്സിസിലോട്ട് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുമ്പോൾ കിട്ടുന്ന പോയിന്റ് ആണ് A1 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ ഇവിടെ പിസ്റ്റൺ എന്ന് പറയുന്നത് B എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് B1 എന്ന് പറയുന്ന പോയിന്റിലോട്ട് പിസ്റ്റൺ എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ B1 എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ആയിരിക്കും പിസ്റ്റൺ ഉണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഡിസ്പ്ലേസ്മെന്റ് X ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ ഡിസ്റ്റൻസ് X എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം, ഈ ബിയിൽ നിന്ന് BO എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ്ട്രീം പൊസിഷനിൽ ഉണ്ടാവുന്ന ഒരു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ BO എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ നിന്ന് B1O എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് X എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ്. ദാറ്റ് ഈസ് X1 എന്ന് പറയുന്നത് X എന്ന് പറയുന്നത് ആക്ച്വലി B1B എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. ഫ്രം ദി ഫിഗർ വി ഗെറ്റ് ദാറ്റ് X ഈക്വൽ ടു BO മൈനസ് B1O എന്ന് കിട്ടും. ഓക്കെ, ഇനി BO എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്ട്രീം പൊസിഷനിൽ പിസ്റ്റൺ ഉണ്ടാവുന്ന സമയത്ത് കിട്ടുന്ന ഡിസ്റ്റൻസ് ആണ്. ആ എക്സ്ട്രീം പൊസിഷൻ എന്ന് പറയുന്നത് ഈ R എന്ന് പറയുന്ന ക്രാങ്കും L എന്ന് പറയുന്ന കണക്റ്റിംഗ് റോഡും ഒറ്റേ ലൈനിൽ ഈ ഒരു ആക്സിസിന്റെ ലൈനിൽ ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെയാണെങ്കിൽ OB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു L പ്ലസ് R എന്നായിരിക്കും. ഓക്കെ, ദെൻ അതിനു മുമ്പ് ഇപ്പോൾ ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്. B1O എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് എന്ത് എഴുതാം, B1A1 പ്ലസ് A1O എന്ന് എഴുതാം. ഓക്കെ, ആ ഫിഗറിന് കിട്ടുന്നതാണ്. ഇനി ആ BO എന്ന് പറയുന്ന ഡിസ്റ്റൻസ് L പ്ലസ് R എന്ന് കിട്ടും. ഇനി അടുത്തത് B1O എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. B1O നോക്കിയേ, B1A1 എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ A1AB1.
അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് L ആണ്. ഈ L ആണ് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ B എന്ന് പറയുന്ന ഈ ഒരു ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡായിട്ടുള്ള B1A1 എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു L cos ബീറ്റ എന്നായിരിക്കും. അതേപോലെ ഈ ഒരു ട്രയാങ്കിൾ OA1A എന്ന് പറയുന്ന ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഇവിടെ R ആണ്, ഇവിടെ ആംഗിൾ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ A1O സൈഡ് വിൽ ബി ഈക്വൽ ടു R cos തീറ്റ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ എക്സിനുള്ള ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം? L പ്ലസ് ആർ മൈനസ് L cos ബീറ്റ പ്ലസ് R cos തീറ്റ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ടേക്കിംഗ് L/R is equal to N. ഇപ്പോൾ ഒരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത്തും ക്രാങ്കിൻ്റെ ലെങ്ത്തും കണക്ട് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് N എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പ്രോബ്ലത്തിനകത്തും നമ്മളൊരു പാരാമീറ്റർ യൂസ് ചെയ്യുന്നതാണ് N എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് കണക്റ്റിംഗ് റോഡ് ടു ദി ലെങ്ത് ഓഫ് ദി ക്രാങ്ക്. അപ്പോൾ ഈ N ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ L എന്ന് പറയുന്നത് എന്തായിരിക്കും? N × R എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഇക്വേഷനിൽ തൊട്ട് മേലുള്ള ഈ ഇക്വേഷനിൽ Lന് പകരം NR എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എന്ത് കിട്ടും? X is equal to NR plus R മൈനസ് NR cos ബീറ്റ പ്ലസ് R cos തീറ്റ എന്ന് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? R എന്ന് പറയുന്നത് എല്ലാ ടേമിനകത്തും R എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? R കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ R × N+1 മൈനസ് ഓഫ് N cos ബീറ്റ പ്ലസ് cos തീറ്റ എന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടും. ഇനി നമ്മളൊരു ക്രാങ്കിൻ്റെ ഒരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു സിംഗിൾ ഡിഗ്രി ഫ്രീഡം സിസ്റ്റം ആണ്. സിംഗിൾ ഡിഗ്രി ഫ്രീഡം സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ക്രാങ്കിന് എത്ര റൊട്ടേഷൻ ഉണ്ടോ അത് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരൊറ്റ പാരാമീറ്റർ മതി ഒരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൻ്റെ കംപ്ലീറ്റ് പൊസിഷൻ, കംപ്ലീറ്റ് മോഷൻ നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ രണ്ട് ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു തീറ്റയുണ്ട്, ഇവിടെ ബീറ്റയുണ്ട്. അപ്പോൾ ഈ ബീറ്റ എന്ന് പറയുന്ന ആംഗിളിനെ നമുക്ക് എന്ത് ചെയ്യണം? തീറ്റ എന്ന് പറയുന്ന ആംഗിളിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ടേം പാടില്ല, ഇവിടെ തീറ്റ എന്ന് പറയുന്നത് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ഈ തീറ്റനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ബീറ്റ പറയാൻ പറ്റും. അപ്പോൾ ബീറ്റ എങ്ങനെയാണ് ആംഗിളിനെ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു നമുക്കറിയാം കോസ് ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ബീറ്റ ഈക്വൽ ടു √1 മൈനസ് സൈൻ സ്ക്വയർ ബീറ്റ ആയിരിക്കും അല്ലേ. ഇനി ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തിട്ടുള്ള ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന് സൈൻ ഇവിടെ ഒരു സൈൻ ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y/L എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായി. ഇനി അത് ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന് ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന് y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? R സൈൻ തീറ്റ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ R സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ L സ്ക്വയർ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ R ഹോൾ സ്ക്വയർ എന്നുണ്ട്, ആ R സ്ക്വയർ താഴോട്ട് വരുമ്പോൾ എന്താവും? L സ്ക്വയർ ബൈ R സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അങ്ങനെ എഴുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ N ടേമിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ √1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ N സ്ക്വയർ എന്ന് വരും. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ N സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ N സ്ക്വയർ എന്ന് വരും. ആ N സ്ക്വയർ റൂട്ടിൻ്റെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ 1/N × √N സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കോസ് ബീറ്റ എന്ന് പറയുന്ന ആംഗിൾ ബീറ്റ എന്ന് പറയുന്ന ആംഗിൾ തീറ്റയുടെ ടേമിലുള്ള ഒരു ഇക്വേഷൻ നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ വേറെ സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഓർത്തിരിക്കുക. ക്ലിയർ? അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇക്വേഷനിൽ കോസ് ബീറ്റയ്ക്ക് പകരം നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു ടേം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇവിടെ ഒരു N ഉണ്ട്, ഇവിടെ ഒരു 1/N ഉണ്ട്, രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അവസാന ഇക്വേഷൻ നമുക്ക് ഈ രൂപത്തിൽ കിട്ടും. ഓക്കെ, അപ്പോൾ എക്സസ് ചെയ്യുന്ന ഇനി ഇതൊന്ന് ഞാൻ റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. ഇവിടെ എല്ലാം ഇത് N+1 മൈനസ് ദിസ് ടേം ആൻഡ് മൈനസ് ദിസ് ടേം കാരണം ഈ ബ്രാക്കറ്റിന് ഈ മൈനസ് ഇതിന് കോമൺ ആണ്, മൈനസ് ദിസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 1 മൈനസ് കോസ് തീറ്റ പ്ലസ് N മൈനസ് √N സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റിനുള്ള ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു സ്പെഷ്യൽ കേസ് കൺസിഡർ ചെയ്യാണ്. അതായത് ഇഫ് N സ്ക്വയർ ഈസ് ലാർജ് ആസ് കമ്പയർഡ് ടു സൈൻ സ്ക്വയർ തീറ്റ. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടില്ലേ, ലെങ്ത് ഓഫ് ദി കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്ന ക്രാങ്കിൻ്റെ ലെങ്ത്തിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ വളരെ കൂടുതലാണെങ്കിൽ N എന്ന് പറയുന്ന റേഷ്യോ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. N എന്ന് പറയുന്ന റേഷ്യോ കൂടുതലാണെങ്കിൽ N സ്ക്വയർ എന്ന് പറയുന്ന ടേം അതിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ N സ്ക്വയർ വളരെ വലിയ വാല്യൂ ആണെന്ന് വിചാരിക്കുക. സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ 1 ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റയുടെയും മാക്സിമം വാല്യൂ 1 ആണ്. അപ്പോൾ ഈ N സ്ക്വയർ വളരെ വലിയ വാല്യൂ ആണെങ്കിൽ ആസ് കമ്പയർഡ് ടു ഇവിടെയുള്ള ഈ 1-നേക്കാളും വളരെ വലിയ വാല്യൂ ആണെങ്കിൽ ഈ സൈൻ സ്ക്വയർ തീറ്റ എന്ത് ചെയ്യാം? നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ഓക്കെ, നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ √N സ്ക്വയർ എന്ന് വരും, ദാറ്റ് ഈസ് N എന്ന് വരും. അപ്പോൾ N മൈനസ് N എന്ന് പറയുന്നത് 0 ആയിട്ട് പോകും. അപ്പോൾ ഇക്വേഷൻ എന്താവും? X is equal to R × 1 മൈനസ് കോസ് തീറ്റ എന്ന് പറയും. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ കേസാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ ഇതാണ്. ഇവിടെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ,
ഇനി വെലോസിറ്റി ഓഫ് ദ പിസ്റ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുന്നത്. ഇനി വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടൈം ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ദാറ്റ് ഈസ് dx/dt ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയുള്ള എക്സ് എന്ന് പറയുന്ന ഈ ഇക്വേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ടിയിലുള്ള ഒരു ഫംഗ്ഷൻ അല്ല, പകരം തീറ്റയിലുള്ള ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് dx/dθ ഇൻറ്റു dθ/dt എന്ന് എഴുതണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പം ഞാൻ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് dx/dθ ഇൻറ്റു എക്സിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. ഈ റെഡിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ടേമിനെ നമ്മൾ എന്ത് ചെയ്യണം? തീറ്റ വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ 6 കോൺസ്റ്റൻ്റ് അല്ലേ, 6 നമ്മൾ കോമൺ ആയിട്ട് പുറത്തോട്ട് എടുത്തു. 1ൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ, അപ്പോൾ പ്ലസ് സൈൻ തീറ്റ എന്ന് വരും. പ്ലസ് എന്നിൻ്റെ ഡെറിവേറ്റീവ് 0 കോൺസ്റ്റൻ്റ് ആണ്. ഇനി മൈനസ്, ഇനി ഇത് ഡെറിവേറ്റീവ് എടുക്കുന്നത് ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഡെറിവേറ്റീവാണ് ഞാനിവിടെ ഈ ഒരു വയലറ്റ് കളറിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഇവിടെ √n² മൈനസ് n² തീറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. അതായത് ആദ്യം √x-ൻ്റെ ഡെറിവേറ്റീവ് 1/2 √x, അതാണ് ഇത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? അതിൻ്റെ ഉള്ളിലുള്ളതിൻ്റെ ഡെറിവേറ്റീവ് n²ൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് sin² തീറ്റയുടെ ഡെറിവേറ്റീവ് ആദ്യം sin² തീറ്റയുടെ ഡെറിവേറ്റീവ് 2 sin തീറ്റ ഇൻറ്റു sin തീറ്റയുടെ ഡെറിവേറ്റീവ് cos തീറ്റ. അപ്പോൾ ഇങ്ങനെ വരും. ഓക്കെ അല്ലേ? ഇനി 2 sin തീറ്റ cos തീറ്റ എന്ന് പറയുന്നത് sin 2 തീറ്റയാണ്. ഓക്കെ, അപ്പോൾ ഈ മൈനസും ഇവിടെയുള്ള ഈ മൈനസും കൂടെ പ്ലസ് ആവും. ദെൻ ഇവിടെ dθ/dt, തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാങ്കിൻ്റെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടൈം ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാങ്കിൻ്റെ ആംഗുലാർ വെലോസിറ്റി ഒമേഗ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v = r ഒമേഗ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ 2 ഇൻറ്റു √n² മൈനസ് sin² തീറ്റ എന്ന് പറയുന്ന ഈ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പെഷ്യൽ കേസ് നമുക്ക് നോക്കാം. അതായത് ഇഫ് n² ഈസ് ലാർജ് ആസ് കമ്പയർഡ് ടു sin² തീറ്റ, n² വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ sin² തീറ്റ നെഗ്ലക്ട് ചെയ്യാം, നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? r ഒമേഗ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ 2n എന്ന് വരും. ഓക്കെ, ഇനി വീണ്ടും സൈൻ 2 തീറ്റ/2n, ഈ എന്നിൻ്റെ വാല്യൂ വളരെ കൂടുതലാണെന്ന് വിചാരിക്കുക. വളരെ കൂടുതലാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ ഈ സൈൻ 2 തീറ്റയുടെ മാക്സിമം വാല്യൂ എന്തേ ഉണ്ടാവുള്ളൂ? 1 ഉണ്ടാവുള്ളൂ. അപ്പോൾ 2n വളരെ കൂടുതലാണെങ്കിൽ, ഈ ഡിനോമിനേറ്ററിൽ വളരെ വലിയ വാല്യൂ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മൊത്തത്തിലുള്ള ഈ ടേം എന്ത് ചെയ്യാം? നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ വരികയാണെങ്കിൽ ദാറ്റ് ഈസ് ഇഫ് n ഈസ് ക്വൈറ്റ് ലാർജ് then sin 2 theta by n can be neglected. Then the equation becomes v = r omega sin theta എന്ന് പറയുന്ന ഇക്വേഷൻ ആയിട്ട് മാത്രമായിട്ട് വരും. ഇത് രണ്ട് സ്പെഷ്യൽ കേസാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് വെലോസിറ്റി കിട്ടി. ഇനി അടുത്ത ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ഇപ്പം നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ടൈം ഡെറിവേറ്റീവ് എടുത്തതുപോലെ വെലോസിറ്റിൻ്റെ ടൈം ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇത് ഇക്വേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കൺഫ്യൂഷൻ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സ്പെഷ്യൽ കേസിലുള്ള ഈ ഫസ്റ്റ് ഇക്വേഷനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട് വെലോസിറ്റിയുടെ ഇക്വേഷൻ കൺസിഡർ ചെയ്തിട്ട് ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത്. അതായത് ഇതാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ആക്സിലറേഷനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ എന്നല്ല. അപ്പോൾ നമ്മൾ സാധാരണ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ എഫ് ആണ് ആക്സിലറേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ dv/dt ആയിരിക്കും ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെലോസിറ്റിയുടെ ഫംഗ്ഷൻ ടിയിലുള്ള ഫംഗ്ഷൻ അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? തീറ്റയുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് ചെയിൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് dv/dθ ഇൻറ്റു dθ/dt എന്ന് എഴുതണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നേരത്തെ ചെയ്തിട്ടുള്ളതുപോലെ വിക്ക് ഇവിടെയുള്ള ഈ ഇക്വേഷനിൽ വിക്ക് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതുപോലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ r ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്, r ഒമേഗ. ദെൻ സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ പ്ലസ് സൈൻ 2 തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് 2 തീറ്റ ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2n. ദെൻ ദ ഇക്വേഷൻ വി ഗെറ്റ് f = r ഒമേഗ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇനി ഇഫ് n ഈസ് വെരി ലാർജ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ n ഭയങ്കര വലിയ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ കോസ് 2 തീറ്റയുടെ മാക്സിമം വാല്യൂ 1 അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഈ ടേം നമുക്ക് മൊത്തത്തിൽ നെഗ്ലക്ട് ചെയ്യാം. f = r ഒമേഗ സ്ക്വയർ കോസ് തീറ്റ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദി പിസ്റ്റൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പിസ്റ്റൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിച്ചു, അതിൻ്റെ ടൈം ഡെറിവേറ്റീവ് എടുത്തു, വെലോസിറ്റി കിട്ടി, അതിന് വീണ്ടും ടൈം ഡെറിവേറ്റീവ് എടുത്തു, ആക്സിലറേഷൻ കിട്ടി. ഓക്കെ, ഇനി അടുത്തത് ആംഗുലാർ വെലോസിറ്റി ഓഫ് കണക്റ്റിംഗ് റോഡ്. ആംഗുലാർ വെലോസിറ്റി ഓഫ് കണക്റ്റിംഗ് റോഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ബീറ്റ എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് കണക്റ്റിംഗ് റോഡ് അല്ലേ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ടൈം ഡെറിവേറ്റീവ് ആയിരിക്കും ആംഗുലാർ വെലോസിറ്റി, അതിൻ്റെ ടൈം ഡെറിവേറ്റീവ് ആയിരിക്കും ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് മെത്തേഡ് എന്ന് പറയുന്നത്.
അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന്, അതായത് A1 B1 എന്ന് പറയുന്ന ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന് y നമുക്ക് എന്ത് എഴുതാം? L സൈൻ ബീറ്റ എന്ന് എഴുതാം. ഓക്കെ, അതേപോലെ A1 O എന്ന് പറയുന്ന ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന് y എന്ത് എഴുതാം? R സൈൻ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ രണ്ട് ട്രയാങ്കിളിൽ കോമൺ ആയിട്ട് വരുന്ന ടേമാണ് y എന്ന് പറയുന്നത്. അപ്പോൾ y എന്ന് പറയുന്ന ടേമിന് L സൈൻ ബീറ്റ എന്ന് എഴുതാം, ഈക്വൽ ടു വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു R സൈൻ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? സൈൻ ബീറ്റ ഈസ് ഈക്വൽ ടു R സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ L എന്ന് വരും. ദാറ്റ് ഈസ് സൈൻ ബീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ. ഇവിടെയുള്ള ഈ R എന്ന് പറയുന്നത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ L ബൈ R എന്ന് വരും. ആ L ബൈ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N ആണ്. ഓക്കെ, അപ്പോൾ സൈൻ ബീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ N എന്ന് വന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ഇവിടെ സൈൻ ബീറ്റ അല്ലേ ഉള്ളത്, അത് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ബീറ്റയുടെ ടേമിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുന്നു. വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. ടൈമിൽ നമ്മൾ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം അത് ഏത് ഫംഗ്ഷനിലാണോ അതിൽ ഡെറിവേറ്റ് ചെയ്യുക, ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യണം? ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ സൈൻ ബീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് ബീറ്റ ഇൻറ്റു ഡി ബീറ്റ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 1/n കോൺസ്റ്റൻ്റ് ആണ്. സൈൻ തീറ്റ ഡെറിവേറ്റീവ് കോസ് തീറ്റ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടും? ഡി ബീറ്റ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എൻ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എൻ കോസ് ബീറ്റ ഇൻറ്റു ഒമേഗ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഡി ബി ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ ഇപ്പോൾ ശ്രദ്ധിക്കണേ, ഡി ബി ബൈ ഡി ടി എന്ന് പറയുന്നത് ബീറ്റ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് കണക്റ്റിംഗ് റോഡാണ്. അങ്ങനെ അതിൻ്റെ ടൈം ഡെറിവേറ്റീവ് എന്തായിരിക്കും? ഈ ഡി ബീറ്റ ബൈ ഡി ടി എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി ഓഫ് കണക്റ്റിംഗ് റോഡ് ആയിരിക്കും. അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒമേഗ സി എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒമേഗ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി ഓഫ് കണക്റ്റിംഗ് റോഡ് എന്നാണ്. ഒമേഗ ആംഗുലാർ വെലോസിറ്റി ഓഫ് ക്രാങ്ക് ആണ്. സിംപ്ലി ഒമേഗ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ആ ഒരു ടേം ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ഒമേഗ സി എന്ന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒമേഗ സി ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു, ഇനി കോസ് ബീറ്റയ്ക്ക് നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു ഇക്വേഷൻ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പിസ്റ്റൺ നമ്മൾ കണ്ടുപിടിച്ച സമയത്ത് ചെയ്തിട്ടുണ്ട്. അതായത് 1/n ഇൻറ്റു റൂട്ട് എൻ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ സി ഈക്വൽ ടു ഒമേഗ ഇൻറ്റു കോസ് തീറ്റ ഡിവൈഡ് ബൈ റൂട്ട് എൻ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആംഗുലാർ വെലോസിറ്റി ഓഫ് കണക്റ്റിംഗ് റോഡ്. ഇനി ഈ ആംഗുലാർ വെലോസിറ്റി ഓഫ് കണക്റ്റിംഗ് റോഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ആംഗുലാർ ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇതെന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ ഒരു ഈ ഒരു ആംഗുലാർ വെലോസിറ്റിയെ ടൈം ഡെറിവേറ്റീവ് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ആംഗുലാർ വെലോസിറ്റി നമുക്കിവിടെ നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആംഗുലാർ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒമേഗ സി ഈക്വൽ ടു ഒമേഗ ഇൻറ്റു കോസ് തീറ്റ ഡിവൈഡ് ബൈ റൂട്ട് എൻ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഇനി ആൽഫ സി എന്ന് ഉദ്ദേശിക്കുന്നത് ആംഗുലാർ ആക്സിലറേഷൻ ഓഫ് കണക്റ്റിംഗ് റോഡ് ഈസ് ഈക്വൽ ടു ഡി ഒമേഗ സി ബൈ ഡി ടി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വി ക്യാൻ സേ ദാറ്റ് ഡി ഒമേഗ സി ഡിവൈഡഡ് ബൈ ഡി തീറ്റ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, ഒമേഗ സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. പക്ഷേ ഇവിടെ ഇത് കുറച്ചൊരു കൺഫ്യൂസിങ് ആണ്. അതായത് കൺഫ്യൂസിങ് ഒന്നുമല്ല, നമുക്ക് പറയാം ഇവിടെ കോഷ്യൻ റൂൾ നമുക്ക് അപ്ലൈ ചെയ്യണം. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കോഷ്യൻ റൂൾ നമുക്ക് അപ്ലൈ ചെയ്യണം. കോഷ്യൻ റൂൾ നമുക്കറിയാം. അതായത് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ആൽഫ സി ഈക്വൽ ടു, ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അത് നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ്. ഒമേഗ ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് എൻ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ഇവിടെ ഡി തീറ്റ ബൈ ഡി ടി ഉണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു ഒമേഗ എന്നാണ്. ഓക്കെ, ഇനി അതിൻ്റെ ടൈം ഡെറിവേറ്റീവ് എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇവിടെ ഞാൻ റെഡിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് ഡെറിവേറ്റീവ് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അതായത് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ നമ്മൾ നേരത്തെ ചെയ്തതാണ്. 1/2 ഇൻറ്റു റൂട്ട് എൻ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു -2 സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആ റൂട്ട് അങ്ങോട്ട് പോകും. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ച് ചെയ്താൽ മതി, വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇവിടെയുള്ള ഈ ഒമേഗയും ഇവിടെയുള്ള ഈ ഒമേഗയും കൂടെ നമുക്ക് ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഇതിലെല്ലാത്തിനകത്തും ഇവിടെയും മൈനസ് സൈൻ തീറ്റയുണ്ട്, ഇവിടെയും മൈനസ് സൈൻ തീറ്റയുണ്ട്. അത് രണ്ടും നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ മൈനസ് ഒമേഗ സ്ക്വയർ സൈൻ തീറ്റ. അപ്പോൾ ബാക്കി ഇവിടെ എന്ത് വരും? റൂട്ട് എൻ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു, ആ മൈനസ് നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി മൈനസ് തന്നെ ഉണ്ടാവുക. കോസ് തീറ്റ ഇൻറ്റു 1/√n സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഈ ടൂവും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി കോസ് തീറ്റ എന്നുണ്ടാവും ഇവിടെ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും, അതായത്
ഈ മൊത്തത്തിലുള്ള ഈ ന്യൂമറേറ്ററിനെയും ഈ മൊത്തത്തിലുള്ള ഈ ഡിനോമിനേറ്ററിനെയും നമ്മൾ √n² - sin² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഓക്കെ, -ω² sin θ ഇൻറ്റു ഇവിടെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഈ റൂട്ട് അങ്ങോട്ട് പോകും, n² - sin² എന്ന് വരും. ഈ ടേമിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേമും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ടേമും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി -cos θ × cos θ cos² എന്ന് വരും. ഇനി ഇവിടെ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √n² - sin² ഇൻറ്റു √n² - sin² എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ n², ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്, കോമൺ ആയിട്ട് മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ sin² θ പ്ലസ് cos² എന്ന് വരും. ഇനി ഇവിടെ n² - sin² റേസ് ടു 1 ആണ്, ഇവിടെ n² - sin² θ റേസ് ടു 1/2 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റേസ് ടു 3/2 എന്ന് കിട്ടും. ഇനി sin² θ പ്ലസ് cos² θ as we know which is equal to 1, then we can say that alpha c equal to -ω², alpha c equal to -ω² sin θ into alpha c equal to -ω² into sin θ into n² - 1 divided by n² - sin² θ all raised to 3/2. ഓക്കെ, അപ്പോൾ ഇതാണ് ആംഗുലർ ആക്സിലറേഷൻ ഓഫ് കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ആംഗുലാർ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദി പിസ്റ്റൺ, ആംഗുലാർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ ആക്സിലറേഷൻ ഓഫ് ദി കണക്റ്റിംഗ് റോഡ്. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ കറക്റ്റായിട്ട് പഠിച്ചാൽ മതി, വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ആദ്യം പിസ്റ്റൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക. പിസ്റ്റൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ അവിടെ നിന്ന് പിന്നെ നമുക്ക് ആംഗിൾ ബീറ്റ കണ്ടുപിടിക്കണം. ആംഗിൾ ബീറ്റയും തീറ്റേൻ്റെ ടേം ഉണ്ടാവും. അപ്പോൾ ബീറ്റയുടെ ടേം തീറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോസ് ബീറ്റ നമ്മൾ തീറ്റയിലുള്ള ഒരു ഇക്വേഷനായിട്ട് കണ്ടുപിടിക്കുന്നു. അത് കണ്ടുപിടിച്ചതിന് ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കിട്ടും. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ വെലോസിറ്റിയായി ടൈം ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷനായി. ഓക്കെ, ഇനി അതേപോലെ ആംഗുലാർ വെലോസിറ്റി ഓഫ് കണക്റ്റിംഗ് റോഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം ബീറ്റ എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് കണക്റ്റിംഗ് റോഡാണ്. അത് രണ്ട് ട്രയാങ്കിളിൽ നിന്നും നമ്മൾ y എന്ന് പറയുന്ന കോമൺ ടൈം എഴുതുക. സൈൻ ബീറ്റക്കുള്ള ഇക്വേഷൻ കിട്ടും. സൈൻ ബീറ്റക്കുള്ള ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ടൈം ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അവിടെ dβ/dt ആയിരിക്കും ω c കണക്റ്റിംഗ് റോഡിൻ്റെ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എക്സ്പ്രഷൻ കിട്ടും. ആ എക്സ്പ്രഷനെ നമുക്ക് ടൈം ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ടൈം ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ആംഗുലാർ ആക്സിലറേഷൻ ഓഫ് ദി കണക്റ്റിംഗ് റോഡ് കിട്ടും. ഈ കൺസെപ്റ്റാണ് നമ്മൾ, ഈ ഒരു സ്റ്റെപ്പാണ് നമ്മൾ കറക്റ്റായിട്ട് പഠിക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. ഈ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ട് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് കറക്റ്റ് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഓക്കെ, ഈ ഒരു ഇത് ഡെറിവേഷനായിട്ട് തന്നെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഒരു സപ്ലിമെൻ്ററി എക്സാമിന് കഴിഞ്ഞ ഡൈനാമിക്സ് ഓഫ് മെഷീനറിയുടെ സപ്ലിമെൻ്ററി എക്സാമിന് ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.